ഹായ് ഡിയേഴ്സ്, ഗോപൂസ് പ്ലാന്റ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ജർബറ പ്ലാന്റുകളാണ്. ഇതെൻ്റെ വീട്ടിൽ വളർത്തുന്ന ഒരു നാടൻ ജർബറയാണ്. ഇതിപ്പം കുറച്ചുകൂടി ചെറിയ പൂവാണ് ഉണ്ടായിരിക്കുന്നത്. സാധാരണ നല്ല വലിയ പൂക്കളുടെ ഇതളുകൾക്കൊക്കെ നല്ല വീതിയുള്ള പൂക്കളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്ന് ഇതിൻ്റെ പ്ലാന്റിംഗ് ഒന്ന് നമുക്ക് നോക്കിയാലോ. ഞാൻ ഈ പ്ലാന്റ് നട്ടിരിക്കുന്നത് അതിൻ്റെ കടഭാഗം കണ്ടല്ലോ, അതായത് റൂട്ടിന് തൊട്ട് മുകളിലായിട്ട് വരുന്ന ഭാഗം കുറച്ച് പൊക്കി വെച്ചിട്ട് വേണം നമ്മൾ പ്ലാന്റ് ചെയ്യാനായിട്ട്. നമ്മൾ ആദ്യം നടാൻ വേണ്ടിയിട്ട് മണ്ണ്, കുറച്ച് മണൽ അല്ലെങ്കിൽ ചകിരിച്ചോറ് കുറച്ച് മാത്രം മതി. എപ്പോഴും നമ്മളെല്ലാ പ്ലാന്റിനും എടുക്കുന്ന പോലെ ഒരുപാട് ചകിരിച്ചോറൊന്നും വേണ്ട, കാരണം വേരൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോവും. കുറച്ച് മാത്രം ചകിരിച്ചോറ്, ചാണകപ്പൊടി ഇത്രയും ചേർത്ത് നല്ലൊരു പോട്ടി മിക്സ് തയ്യാറാക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പോട്ടിലാക്കി നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പോൾ എപ്പോഴും എന്താ ശ്രദ്ധിക്കേണ്ടത്, കടഭാഗം പൊങ്ങിയിരുന്നെങ്കിൽ മാത്രമേ അതിൽ നിന്ന് കിഴങ്ങിൽ നിന്ന് ഒരുപാട് തൈകൾ ഉണ്ടായി വരത്തുള്ളൂ. അങ്ങനെ വേണം നമ്മളെപ്പോഴും പൊക്കി, എങ്കിലേ ബഡ് ചീഞ്ഞു പോവാതെ നമുക്ക് നല്ല ഫ്ലവറും ഉണ്ടാകത്തുള്ളൂ. ഇതിപ്പോൾ ഒരു മൂട്ടിൽ തന്നെ ഒരു 10 തൈയോളം ഉണ്ട്. അതത്ര ആവണമെങ്കിൽ നമ്മളെപ്പോഴും അതിൻ്റെ ആ കടഭാഗം നമ്മൾ പൊക്കി വെച്ച് നടണം. പിന്നെ ഒരു മാസം കൂടുമ്പോൾ നമുക്ക് കുറച്ച് എല്ലുപൊടി സൈഡിൽ, ചെടിച്ചട്ടിയുടെ സൈഡിലായിട്ട് നമുക്കിങ്ങനെ ഇട്ട് കൊടുത്താൽ പറ്റും. മണ്ണിളക്കിയിട്ട് അല്ലെങ്കിൽ മണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ മണ്ണ് ചുവട്ടിലിങ്ങനെ ഇട്ട് കൊടുത്താലും മതി. പിന്നെ കരിഞ്ഞു പോകുന്ന ഇലകളൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് നല്ല നീറ്റാക്കണം. എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കണം. ചെടിച്ചട്ടിയും ഒക്കെ നമ്മൾ വേരിളക്കിയൊക്കെ കൊടുക്കണം. അതായത് സൈഡെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നന്നായിട്ട് വേരോട്ടം ഉണ്ടാവും. ഒരു 3 മാസമൊക്കെ കൂടുമ്പോൾ ഒന്ന് റിപ്പോർട്ട് ചെയ്താലും നല്ലതാണേ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.